നമ്മൾ 100 പാഠം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പദ്ധതിയാണല്ലേ. അതിൻ്റെ അകത്തെ 17ാമത്തെ ദിവസമാണിത്. നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, ഷെയറും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട. പഠിച്ചാൽ മാത്രം മതി. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നിങ്ങൾ നാളെ വന്നാൽ നന്നായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്. നമ്മളെ ആരെങ്കിലും കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണല്ലേ, നാളെ ഒന്ന് വന്നാണെങ്കിൽ നല്ലതായിരുന്നു. ഇഫ് യു കം ടുമോറോ ഇറ്റ് വുഡ് ബി നൈസ്. ഇഫ് യു കം ടുമോറോ ഇറ്റ് വുഡ് ബി നൈസ്. ഐ ആം എ ബിറ്റ് ബിസി ടുഡേ. ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇഫ് യു കം ടുമോറോ ഇറ്റ് വുഡ് ബി നൈസ്. ഐ ആം എ ബിറ്റ് ബിസി ടുഡേ. ഇഫ് യു കം ടുമോറോ ഇറ്റ് വുഡ് ബി നൈസ്. ഐ എം എ ബിറ്റ് ബിസി ടുഡേ. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ മാക്സിമം എന്തെങ്കിലും അങ്ങനെ ഉറക്കെ പറയുക. നമ്മൾ സാധാരണ ആൾക്കാരോട് ഇരിക്കില്ലേ, എവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞിരപ്പള്ളിക്കുള്ള ബസ് കിട്ടും. അപ്പോൾ അവിടെ നിന്നാൽ കാഞ്ഞിരപ്പള്ളിക്കുള്ള ബസ് കിട്ടും. കറക്റ്റ്. ഇഫ് യു സ്റ്റാൻഡ് അറ്റ് ദാറ്റ് പ്ലേസ്, അല്ലെങ്കിൽ ആ സ്റ്റോപ്പിൽ, ദാറ്റ് സ്റ്റോപ്പ്, യു വിൽ ഗെറ്റ് ദ ബസ് ടു കാഞ്ഞിരപ്പള്ളി. If you stand at that place, you will get the bus to കാഞ്ഞിരപ്പള്ളി. നമുക്കൊന്നുകൂടെ പറയാം. If you stand at that place, you will get the bus to കാഞ്ഞിരപ്പള്ളി. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കേട്ടില്ല, ഞാനൊരു വലിയ ആളായിരുന്നെങ്കിൽ, ഒരു മുതിർന്ന ആളായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ചേനെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഇതൊരു സാങ്കല്പികമായ സിറ്റുവേഷൻ ആണല്ലേ. ഞാൻ ഉള്ള കാര്യമല്ല, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ, ഒരു മുതിർന്ന ആളായിരുന്നെങ്കിൽ. മുതിർന്ന ആളല്ലല്ലോ. അപ്പോഴിങ്ങനെ സാങ്കല്പികമായ സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ വെയർ, അങ്ങനെ ആയിരുന്നെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞ ഐ വെയർ an adult. അഡൾട്ട് എന്ന് പറഞ്ഞാൽ മുതിർന്ന ഒരാളല്ലേ. ഐ വുഡ് ബൈ. അപ്പോൾ ഇഫ് ഐ വെയറും ഐ വുഡുമാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത് അല്ലേ. ഇഫ് ഐ വെയർ an adult, ഐ വുഡ് ബൈ so many chocolates. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇഫ് ഐ വെർ an adult, I would buy so many chocolates. If I were an adult, I would buy so many chocolates. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്താണ് നടന്നതെന്ന് പറഞ്ഞേനെ. ഇപ്പം നമ്മളോട് ആരോ എന്തോ ചോദിച്ചു, നമ്മൾ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പറയണ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞേനെ കേട്ടോ. അത് ആ മുമ്പത്തെ സങ്കല്പം തന്നെയാണ് അല്ലേ. കാരണം എന്താണ്, സാങ്കല്പികമാണ്, അങ്ങനെ നടന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കല്പികമായ സിറ്റുവേഷൻ ഇഫ്. കറക്റ്റ്. ഇഫ് ഐ വെയർ. നമുക്ക് നോക്കാം. ഇഫ് ഐ വെർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഇഫ് ഐ വെർ യു, പിന്നെ എന്താണ്, ഐ വുഡ് അല്ലേ. ഐ വുഡ്, ബാക്കി എന്താണ്, ഐ വുഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞേനെ. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇഫ് ഐ വെർ യു, ഐ വുഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. ഒന്നുകൂടെ പറയാം. എല്ലാവരും നമുക്ക് ഒന്നിച്ച് പറയണം കേട്ടോ. ഇഫ് ഐ വെർ യു, ഐ വുഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നിന്റെ സ്ഥാനത്ത് ഞാനറിഞ്ഞ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ വളരെ മാന്യനാണ് അല്ലേ, അങ്ങനെ പറയത്തില്ലേ. ഇഫ് ഐ വെർ യു, ഐ വുഡന്റ് ഡു ദാറ്റ്. ചുമ്മാ പറയുന്നതല്ലേ. ഇഫ് ഐ വെർ യു, ഐ വുഡന്റ് ഡു ദാറ്റ്. ഒന്നുകൂടെ പറയാം. ഇഫ് ഐ വെർ യു, ഐ വുഡന്റ് ഡു ദാറ്റ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയേനെ. ഇപ്പോഴേ എൻ്റെ സുഹൃത്ത് കട്ടിലേ കിടക്കുകയാണ്, അവന് പനിയാണ്, ഒരു 10 ദിവസമായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ അച്ഛോ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടേനെ. ഇഫ് ഐ വെർ യു, ഐ വുഡ് ഗോ ടു ദ ഡോക്ടർ. സെയിം അല്ലേ, സെയിം പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വല്ലതും പറയാം. ഐ വുഡ് ഗോ ടു ദ ഡോക്ടർ ഇഫ് ഐ വെർ യു. അത് മാറ്റി പറയാം, മുമ്പിലും പുറകിലുമായിട്ട് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്നുകൂടെ പറയാം. ഇഫ് ഐ വെർ യു, ഐ വുഡ് ഗോ ടു ദ ഡോക്ടർ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. ഐ വുഡ് ഗോ ടു ദ ഡോക്ടർ ഇഫ് ഐ വെർ യു. ഐ വുഡ് ഗോ ടു ദ ഡോക്ടർ ഇഫ് ഐ വെർ യു. ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ ഒരു കാർ വാങ്ങിച്ചേനെ. പക്ഷെ പണക്കാരനല്ല, സൈക്കിൾ വാങ്ങിക്കാൻ പോലും കാശില്ല അല്ലേ. ആ ഒരു അവസ്ഥയിൽ അത് പറയുന്നത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ പറയാം. ഇഫ് ഐ വെർ റിച്ച്, ഐ വുഡ് ബൈ എ കാർ. ഒന്നുകൂടെ പറയാം. ഇഫ് ഐ വെർ റിച്ച്, ഐ വുഡ് ബൈ എ കാർ. നമുക്ക് ഒന്നിച്ച് പറയാം. ഇഫ് ഐ വെർ റിച്ച്, ഐ വുഡ് ബൈ എ കാർ. ഇനി മറ്റൊന്നാണ്, ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ നിനക്ക് ഞാനൊരു കാർ വാങ്ങിച്ചു തന്നെ. ഇപ്പം ഞാൻ വാങ്ങിക്കില്ല, നിനക്കും കൂടെ വാങ്ങിച്ചു തരും അല്ലേ. കറക്റ്റ്. ഇഫ് ഐ വെർ റിച്ച്, ഐ വുഡ് ബൈ യു എ കാർ. ഓക്കെ, ഐ വുഡ് ബൈ യു എ കാർ എന്ന് പറഞ്ഞാൽ നിനക്ക് വാങ്ങിച്ചു തന്നേനെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊന്നുകൂടെ പറയാം. ഇഫ് ഐ വെർ റിച്ച്, I would buy you a car. If I were rich, I would buy you a car. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ നന്നായി പഠിച്ചേനെ.
പലപ്പോഴും നമ്മൾ കുട്ടികളോടൊക്കെ പറയും അല്ലേ, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നന്നായിട്ട് പഠിച്ചേനെ. പക്ഷെ നമ്മൾ 10ാം ക്ലാസ് തോറ്റതാണെന്നുള്ളത് ആ കുഞ്ഞിനറിയത്തില്ലല്ലേ. ഇഫ് ഐ വെർ യു ഐ വുഡ് സ്റ്റഡി ഹാർഡർ. ഇഫ് ഐ വെർ യു ഐ വുഡ് സ്റ്റഡി ഹാർഡർ. ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് പറയാം. ഇഫ് ഐ വെർ യു ഐ വുഡ് സ്റ്റഡി ഹാർഡർ. ഇനി ഇത് നിങ്ങൾ തന്നെ ഉത്തരം പറയുക, ബാക്കി ചേർക്കുക. അതായത് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തേനെ. അതെന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. ഇഫ് ഐ വെർ ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഐ വുഡ്. നിങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾ കമൻറ്റിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. എന്നും പറയുന്നത് നമ്മൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കാര്യവും പഠിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.